മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. നഗരസഭ 9ാം ഡിവിഷൻ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു. കൊച്ചി നഗരസഭ 9ാം ഡിവിഷനിലെ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. ചുള്ളിക്കൽ കോർപ്പറേഷൻ വായനശാലയ്ക്ക് സമീപമാണ് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു. എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഈ ഹെൽത്ത് സെന്റർ മേയർക്ക് ഒരു വിഷമം വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്ന് തലോടി പറഞ്ഞാണ്. സത്യത്തിൽ ആ ജോലി 38 ഹെൽത്ത് സെന്ററുകൾ വരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് 2 പേരാണ്. ഒന്ന് DK, രണ്ടാമത്തെ ആളുകൾ വന്നിട്ടില്ല, കാരണം അദ്ദേഹം മാറി കഴിഞ്ഞു. നമ്മുടെ വികസന കമ്മിറ്റി ചെയർമാനായ ശരിയല്ല ഞാൻ പറയാൻ പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കയ്യടിയുടെ പകുതി PKക്കുള്ള കയ്യടിയാണ്. അത് ഞാൻ ഒരിക്കലും അത് തട്ടിപ്പറിച്ച് വാങ്ങിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ചെയ്ത കാര്യം ഞാൻ ചെയ്തെന്ന് പറയും, ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തിരുന്നു. അതേ പറഞ്ഞ ഒരു കാര്യം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. KJ മാക്സി MLA മുഖ്യാതിഥിയായിരുന്നു. ഡെപ്യൂട്ടി മേയർ KA അൻസിയ മുഖ്യ പ്രഭാഷണം നടത്തി. രാഷ്ട്രീയ, കലാ, സാഹിത്യ, സാംസ്കാരിക പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു. പൊതുജനാരോഗ്യ കേന്ദ്രം 38 ഡിവിഷനുകളായി 38 പൊതുജനാരോഗ്യ കേന്ദ്രമാണ് നടപ്പിലാക്കുന്നത്. അതിൽ 23ാമത്തെ പൊതുജനാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. ആരോഗ്യരംഗത്ത് കൊച്ചി നഗരസഭ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന രീതിയിൽ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമാണ് എല്ലാ ഡിവിഷനുകളും കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രാഥമിക ചികിത്സാ കേന്ദ്രം ആരംഭിക്കുക ഒരു മഹത്തായ ലക്ഷ്യം നിർത്തിക്കൊണ്ട് കേന്ദ്ര സംസ്ഥാന നഗരങ്ങളുടെ പരിപൂർണ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി നമുക്കറിയാം. നമ്മുടെ നഗരത്തിൽ 12 9ാം ഡിവിഷനിലെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാവുന്ന ഒന്നാണ് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.